നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരള തമിഴ്നാട് സൗഹൃദ മുദ്രയായി വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരകം. നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു. കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ സഹകരണം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാത്തിരിപ്പിന് വിരാമം. കോടിമത മുപ്പായിക്കാട് റോഡ് നവീകരണം തുടങ്ങി. റോഡ് മണ്ണിട്ടുയർത്തുന്നു. നവീകരണ ജോലികൾ വിലയിരുത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. എലിക്കുളം പഞ്ചായത്തിന് അഭിമാനം. പാമ്പാടി ബ്ലോക്കിലെ മികച്ച ടേക്ക് എ ബ്രേക്കിനുള്ള പുരസ്കാരം എലിക്കുളം പഞ്ചായത്തിന്. വാർത്തകൾ വിശദമായി. വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരക മ്യൂസിയവും ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹം രാജ്യത്തെ പല സാമൂഹ്യ പോരാട്ടങ്ങൾക്കും പ്രചോദനമായെന്ന് MK സ്റ്റാലിൻ പറഞ്ഞു. കേരളവും തമിഴ്നാടും പോലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമത്വത്തിനായുള്ള പോരാട്ട വഴികളിൽ ഈടുറ്റ സ്മാരകമായി വൈക്കത്തിന്റെ മണ്ണിൽ തന്തൈ പെരിയാറിന്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥാലയവും നാടിന് സമർപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ സമര നായകന്മാരിലൊരാളായിരുന്ന പെരിയാർ EV രാമസ്വാമി നായ്ക്കർ എന്ന പെരിയാറുടെ പേരിൽ വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച സ്മാരകത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയതിന്റെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർവഹിച്ചു. വൈക്കം പ്രക്ഷോഭത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നത് സമരവീരന്മാരെ ആദരിക്കുന്നതിനു വേണ്ടി മാത്രമല്ല, അവർ സ്വപ്നം കണ്ട സമൂഹത്തിലെ സമത്വം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കടമയെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഇന്ത്യയിലെ പല പോരാട്ടങ്ങളുടെയും നാന്ദി കുറിച്ച സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ഒറ്റപ്പെട്ട വിജയമല്ലെന്നും പിന്നീടുള്ള വിജയങ്ങളുടെ തുടക്കമായിരുന്നെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. பெரியாருக்கு எதிராக யாகமிடத்தை ஒருத்த இன்னைக்கு புகழ்மாத சூட்டி இருக்கக்கூடிய நிகழ்ச்சி நடந்திருக்கிறது. இதுதான் பெரியாரின் வெற்றி, பெரியார் இயக்கத்தின் வெற்றி, திராவிட இயக்கத்தின் வெற்றி. அந்த வகையில் சமூக நீதியின் வரலாற்றையும் இந்த நாள் பொன்னெழுத்துக்களால் பொறிக்கப்படும். பெரியார் தொடங்கிய திராவிடர் கழகத்துடைய தலைவர் ஐயா ஆசிரியர் அவர்களுடைய முன்னிலையில் பேரறிஞர் அண்ணா அவர்களால் தொடங்கப்பட்ட திராவிட முன்னேற்ற கழக தலைவரான நான் தமிழ்நாட்டுடைய முதலமைச்சர் என்ற பொறுப்போடு இந்த நினைவகத்தை திறந்து வைக்கிறது. കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, പ്രവൃത്തിയിൽ വെളിവാകുന്ന സഹകരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക സ്വയംഭരണമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ സഹകരണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവും. സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നു. അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സഹകരണമല്ല, മറിച്ച് പ്രവൃത്തിയും വെളിവാകുന്ന സഹകരണമാണ്. ഈ വിധത്തിലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളിടയിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ, സവിശേഷമായി അവയുടെ സാമ്പത്തിക സ്വയംഭരണത്തിന്മേൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ വൈക്കം ബീച്ചിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വൈക്കം പുരസ്കാരം ജേതാവ് കന്നഡ എഴുത്തുകാരൻ ദേവനൂര മഹാദേവനെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആദരിച്ചു. ദ്രാവിഡ കഴക അധ്യക്ഷൻ K വീരമണി വിശിഷ്ടാതിഥിയായി. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ,
തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈ മുരുകൻ, തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി AV വേലു, തമിഴ്നാട് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി MP സ്വാമിനാഥൻ, അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, CK ആശ MLA, സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, തമിഴ്നാട് സർക്കാർ ചീഫ് സെക്രട്ടറി N മുരുകാനന്ദം, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, വൈക്കം നഗരസഭ അധ്യക്ഷ പ്രീത രാജേഷ്, നഗരസഭാംഗം രാജശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. വൈക്കം സത്യാഗ്രഹ സമരനായകനായ തന്തൈ പെരിയാറിന്റെ സ്മരണാർത്ഥം വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ചിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വൈക്കം നഗരത്തിലുള്ള തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും നവീകരിക്കുന്നതിന് 8.14 കോടി രൂപ അനുവദിച്ചിരുന്നു. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥാലയവും തുറന്നുകൊടുത്തത്. AS പനീർശെൽവം എഴുതിയ കരുണാനിധി A ലൈഫ് അടക്കമുള്ള പുസ്തകങ്ങൾ നൽകിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. മന്ദിര ഉദ്ഘാടന ശേഷം കുറെ ദൂരം നടന്ന MK സ്റ്റാലിൻ വഴിയോരത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടിമത മുപ്പായിക്കാട് റോഡിന് ശാപമോക്ഷം. റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. കോടിമത മുപ്പായിക്കാട് റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കമായി. കോട്ടയം ജനറൽ ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടി 10 നിലയുള്ള കെട്ടിടം പണിയുന്നതിന് മാറ്റുന്ന മണ്ണ് മുപ്പായിക്കാട് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയാണ്. MC റോഡിൽ നിന്നും മുപ്പായിക്കാടിനുള്ള വഴി ആരംഭിക്കുന്ന ഭാഗത്തു നിന്നാണ് പണികൾ ആരംഭിച്ചിട്ടുള്ളത്. 8 മീറ്റർ വീതിയിൽ MC റോഡിന്റെ നിരപ്പിൽ മണ്ണിട്ടുയർത്തും. MLA ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. MC റോഡിൽ നിന്നും ബൈപ്പാസിലേക്ക് പോകാനുള്ള വഴി കൂടി പണി പൂർത്തിയാക്കിയാലുടൻ MLA ഫണ്ട് ഉപയോഗിച്ച് ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. റോഡിന്റെ പണികൾ ആരംഭിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. റോഡിന്റെ സമഗ്ര വികസനത്തിനായി തുടർന്ന് ഫണ്ട് അനുവദിക്കുമെന്ന് MLA പറഞ്ഞു. ഈ റോഡായി മാറണമെങ്കിൽ മണ്ണിട്ടാൽ മാത്രം പോരാ, 2 സൈഡും കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്യണം, മാത്രം അതിൻ്റെ മേളിൽ ടാർ ചെയ്യണം. ഇതിനുള്ള പണവും ഇവരുടെ കയ്യിലില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് MLA ഫണ്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്ര പൂർണ്ണമായ സഹായം ചെയ്യും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ 9 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അഡീഷണലായിട്ട് എന്തെല്ലാം വരും എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് അതുകൂടി നമ്മൾ പരിഹരിക്കുന്നതിനുള്ള നടപടിയിലേക്ക് പോകും. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനം ഇതോടുകൂടി നടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നാട്ടുകാരുടെ നാളുകളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ബ്ലോക്കിലെ മികച്ച ടേക്ക് എ ബ്രേക്കിനുള്ള പുരസ്കാരം എലിക്കുളം പഞ്ചായത്തിന് ലഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ പുരസ്കാരം ഏറ്റുവാങ്ങി. പാമ്പാടി ബ്ലോക്കിലെ മികച്ച ടേക്ക് എ ബ്രേക്കിനുള്ള പുരസ്കാരം എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്. പാമ്പാടി ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിലെ ടേക്ക് എ ബ്രേക്കുകളിൽ നിന്നാണ് എലിക്കുളം പഞ്ചായത്ത് 4ാം മേലിലുള്ള ടേക്ക് എ ബ്രേക്കിനെ മികച്ചതായി തെരഞ്ഞെടുത്തത്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പുരസ്കാര വിതരണം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ടേക്ക് എ ബ്രേക്കിനുള്ള പുരസ്കാരം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ ഏറ്റുവാങ്ങി. യോഗത്തിൽ ഗാർഹിക തലത്തിൽ മികച്ച ശൗചാലയത്തിനുടമകളായി പാമ്പാടി പഞ്ചായത്തിലെ ഓമന രാജപ്പനെയും, കൂരപ്പട പഞ്ചായത്തിലെ CK സോമനെയും, കിടങ്ങൂർ പഞ്ചായത്തിലെ സതി മോഹനനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കൂട്ടധർണ നടത്തി. കളക്ടറേറ്റ് മുന്നിൽ നടന്ന ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ട്രെയിനിംഗ് പീരീഡ് ആനുകൂല്യവും 4ാം ഗ്രേഡ് ആനുകൂല്യവും എല്ലാവർക്കും ലഭ്യമാക്കുക. പെൻഷൻ അരിയർ പൂർണ്ണമായി അനുവദിക്കുക. DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക. അരിയർ പൂർണ്ണമായി പണമായി അനുവദിക്കുക. മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക. പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷൻ വെൽഫെയർ അസോസിയേഷൻ സമരം ആരംഭിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്തെ കളക്ടറേറ്റിന് മുമ്പിൽ കൂട്ടധർണ നടന്നു. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഞാൻ അതുകൂടി ഓർമ്മിപ്പിക്കാം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ 3 കൊല്ലമെങ്കിലും ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം 2 ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒരുമിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഒരുമിച്ച് നടപ്പാക്കി.
KSPPWA കോട്ടയം ജില്ലാ പ്രസിഡന്റ് PT രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി R രവികുമാർ, മണികണ്ഠൻ നായർ, ജില്ലാ സെക്രട്ടറി മോൻസി KJ, ജില്ലാ ട്രഷറർ KN രമേശൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി പോൾ ജോസ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി റാവുത്തർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ വൃശ്ചിക ഭരണി പൊങ്കാല നടന്നു. നിരവധി സ്ത്രീകൾ ദേവിക്ക് പൊങ്കാലയിട്ടു. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ വൃശ്ചിക ഭരണി പൊങ്കാല നടന്നു. രാവിലെ ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശ്രീകോവിലിൽ നിന്നും ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പൊങ്കാല അടുപ്പിലേക്ക് മേൽശാന്തി ഹരികുമാർ K വിഷ്ണു നമ്പൂതിരി അഗ്നി പകർന്നു. തുടർന്ന് ഭക്തർ ഭണ്ഡാര അടുപ്പിൽ നിന്നും അഗ്നി പകർന്നു. നൂറുകണക്കിന് സ്ത്രീകൾ ദേവീ മന്ത്രങ്ങളോടെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. തുടർന്ന് മേൽശാന്തി പൊങ്കാല തളിച്ചു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. പൊങ്കാലയ്ക്ക് ശേഷം പ്രസാദമൂട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ പൊൻകുന്നം ഡിവിഷൻ യൂണിറ്റിന്റെ കുടുംബ സംഗമം പൊൻകുന്നത്ത് നടന്നു. പെൻഷൻ ഭവൻ ഹാളിൽ നടന്ന സംഗമം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് R മുരളീധരൻ നായർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് PR സജി, സെക്രട്ടറി അരവിന്ദാക്ഷൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം VD രാജകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യാനന്തര കാലഘട്ടമായി സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്, പ്രമുഖനായ നടൻ അന്തരിച്ചു, അല്ലെങ്കിൽ പ്രമുഖനായ എഴുത്തുകാരൻ അന്തരിച്ചു, പ്രണാമം പറഞ്ഞു. അങ്ങനെ ജീവനോടെ ഇരിപ്പുണ്ട്. സത്യം ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് സ്വല്പ സമയം എടുക്കുന്നു. നമ്മളെ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. വലിയൊരു പ്രശ്നം ഈ പോസ്റ്റ് ട്രൂത്ത് എറയുടെ ഒരു സത്യാനന്തര കാലഘട്ടത്തിൻ്റെ എല്ലാ കുഴപ്പങ്ങളും സത്യത്തിൽ വർത്തമാനകാലത്തിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് മനുഷ്യൻ ഈ മാറിപ്പോകുന്നത്. മനുഷ്യൻ ചിന്തകൾ മാറിപ്പോകും. അപ്പം അതനുസരിച്ചുള്ള മാറ്റം പ്രകൃതിയിലുണ്ടാകും. ഈ അരവിന്ദൻ്റെ മനോഹരമായ ചിത്രമുണ്ടായിരുന്നു. ഒരുപാട് കാഞ്ചനസീത എന്ന് പറഞ്ഞല്ലോ, അത് ഒരുപാട് അവാർഡൊക്കെ വാങ്ങിച്ചത്. ഈ കാഞ്ചനസീതയുടെ കഥയതാണ് സത്യത്തിൽ പ്രകൃതിയും ആയിട്ടുള്ള നമ്മുടെ ഒരു ആത്മബന്ധത്തെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. മനുഷ്യൻ തിരികെ അവൻ്റെ നന്മകളിലേക്ക് മടങ്ങി വരും. നന്മ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നത്, ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്യുന്നു. പക്ഷെ ആ നന്മകളൊക്കെ ചെയ്യുമ്പോഴും അതിനേക്കാൾ കൂടുതൽ തിന്മകൾ പലപ്പോഴും സമൂഹത്തിൽ. കോട്ടയത്ത് പകൽവീട് അംഗങ്ങൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. സാന്തായിക്കൊപ്പം ആടിയും പാടിയും അവർ ആഘോഷത്തിൽ പങ്കുചേർന്നു. പകൽവീട് അംഗങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച് സ്മൈൽ ഇന്ത്യ, CSI സ്ത്രീജന സഖ്യം, മാന്നാനം KE കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, CMS കോളേജ് MA സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവർ ചേർന്നാണ് ആഘോഷമൊരുക്കിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിൽ സാന്തയോടൊപ്പം പ്രായം മറന്നവർ ആടിപ്പാടി. ഒപ്പം വിദ്യാർത്ഥികളും ചേർന്നു. ഫാദർ സാം T കോശി, സ്മൈൽ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സൂസി കുര്യൻ, CSI മധ്യ കേരള സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറ കോശി, സ്മൈൽ ഇന്ത്യ സെക്രട്ടറി ടിറ്റോ തോമസ്, മാന്നാനം KE കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് അലക്സാണ്ടർ, CMS കോളേജ് സോഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ MM ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റൺസ്ഫെഡ് കോട്ടയം ജില്ലാ സമ്മേളനം ശനിയാഴ്ച കാഞ്ഞിരപ്പള്ളി ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കാഞ്ഞിരപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് നന്ദകുമാർ S, മനോജ് ജോർജ്, അഖിൽ ദേവ്, മുഹമ്മദ് ഹനീഫ, മനോജ് സലാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വരുന്ന 14-ാം തീയതി ശനിയാഴ്ച ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത ചെയ്യുന്ന യോഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് പ്രൊഫസർ N ജയരാജ് സാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പത്തനംതിട്ട MLA ശ്രീ ആൻഡോ ആൻ്റണി മുഖ്യാതിഥിയായിരിക്കും. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അജിത രതീഷ് മുഖ്യ പ്രഭാഷണം നടന്നു. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR തങ്കപ്പൻ്റെ മഹനീയ സാന്നിധ്യവും ഈ യോഗത്തിൽ ഉണ്ടായിരിക്കും. സെൻട്രൽ ലയൺസ് ക്ലബ്ബ്, ദർശന സാംസ്കാരിക കേന്ദ്രം, YWCA, കാസ് എന്നിവ സംഘടനകളുടെ നേതൃത്വത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ലയൺസ് പ്രസിഡന്റ് ലേഖ മധു അധ്യക്ഷയായി. കോട്ടയത്ത് നടന്ന പരിപാടിയിൽ ഡോക്ടർ വിനോദ് P, ഡോക്ടർ ലിൻഡ ലാസർ എന്നിവർ ക്ലാസ് എടുത്തു. പ്രിൻസ് കറിയ, PK ആനന്ദക്കുട്ടൻ, മെറിസ് വർഗീസ്, ധന്യ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മഹാവിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്നാണ്
ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് നമുക്ക് നിറവേറ്റാനുള്ളത്. ആ ഉത്തരവാദിത്തം മറ്റൊരാളിലേക്ക് മാറ്റി കൊടുക്കുകയല്ല, നമ്മൾ സ്വയം ചെയ്യേണ്ട നടപടികളുണ്ട്. ബോധവൽക്കരണത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ജനസമൂഹത്തിനെല്ലാം അത് വളരെ ചെയ്യും ഞാൻ കണക്കാക്കുകയാണ്. എയ്ഡ്സിനെ നമ്മൾ വലിയ രൂപത്തിൽ ഭയപ്പെട്ടിരുന്നു. അതൊരു ഭയപ്പെടേണ്ട അസുഖമല്ല, നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. പാല ഗാഡലൂപ്പെ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥ തിരുനാൾ സമാപിച്ചു. ദിവ്യബലിയെ തുടർന്ന് പാല ടൗണിലേക്ക് പ്രദക്ഷിണം നടന്നു. പാല ഗാഡലൂപ്പ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥ തിരുനാളിന്റെ സമാപനം തിരുനാളിനോടനുബന്ധിച്ച് സംഘടനാ ദിനം, ആത്മാഭിഷേക ദിനം, സന്യസ്ത ദിനം, കുടുംബദിനം, യുവജന ദിനം, ദിവ്യീകരണ ദിനം തുടങ്ങിയവ ആചരിച്ചു. ദിവ്യബലിയെ തുടർന്ന് പാല ടൗണിലേക്ക് പ്രദക്ഷിണം നടന്നു. പാല ലാലം ജംഗ്ഷനിൽ ഫാദർ ഡൊമിനിക് സാവിയോ സമാപന സന്ദേശം നൽകി. സമാപന ദിവസം നടന്ന ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബൈജു എം വിൻസെന്റ് സന്ദേശം നൽകി. പള്ളി വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ, സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ, ജനറൽ കൺവീനർ ഷിബു വിൽഫ്രഡ്, ായ എബിൻ ജോസഫ്, എം പി മണിലാൽ, മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പാല പുലിയന്നൂർ കാണിക മണ്ഡപം ആറാട്ടുകടവ് റോഡ് തകർന്നു. കാൽനടയാത്ര പോലും ദുസ്സഹമായി. പാല വിലയന്നൂർ കാണിക്ക മണ്ഡപം മുതൽ മൊരട്ടിച്ചോട് വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. 20 വർഷം മുമ്പാണ് റോഡ് ടാർ ചെയ്തത്. ഇടയ്ക്ക് 1-2 വട്ടം പാച്ചുവർക്ക ചെയ്തതാണ് റോഡിൽ അവസാനം ചെയ്ത ഏക പ്രവൃത്തി. കുഴിയുടെ എണ്ണം പെരുകിയപ്പോൾ നാട്ടുകാർ തന്നെ കുറെ മണ്ണിട്ട് നന്നാക്കി. മുത്തോലിക്കവലയിലെ തിരക്കിൽപ്പെടാതെ മേവട കൊടുങ്ങൂർ ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പവഴിയും കൂടിയാണിത്. ദിവസവും നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ എൻട്രൻസ് പരിശീലന സ്ഥാപനത്തിലെ കുട്ടികളും നടന്നു പോകുന്ന വഴിയാണിത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ശിവരാത്രിക്ക് മുമ്പായി റോഡ് ടാർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പുലിയന്നൂർ ക്ഷേത്രത്തിലെ ആറാട്ട് കടന്നു പോകുന്ന വഴിയാണിത്. മഴ തുടങ്ങിയതോടെ വഴി നിറയെ ചെളിക്കുളമായി. ന്യൂസ് ബ്യൂറോ, പാല. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. ലീലാമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജികുമാർ CG അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ മുഖ്യാതിഥിയായി. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അയൺ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ആളുകൾക്ക് അവർ ക്ഷേമയുടെ ഭാഗമല്ല. ഞാനിവിടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവരെ കൂടി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്ഷേമനിധിയുടെ ഭാഗമായി അയൺ ഫാബ്രിക്കേഷൻ രംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ആവശ്യം തീർച്ചയായിട്ടും ഈ ജനുവരി മാസത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സംസാരിക്കാനുള്ള സാവകാശം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും ഇടപെടാനായിട്ട് നിങ്ങളുടെ വലിയ ജനപ്രതി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ അറിയിപ്പ്. കുടുംബശ്രീ ബോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. യോഗ്യത: പൗൾട്ടറി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം അല്ലെങ്കിൽ പൗൾട്ടറി പ്രൊഡക്ഷനിൽ ഡിപ്ലോമ. കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇരുചക്ര വാഹന ലൈസൻസ് എന്നിവ വേണം. പ്രായപരിധി 2024 ഡിസംബർ 1 30 വയസ്സ് കവിയരുത്. നിശ്ചിത ഫോറത്തിനുള്ള അപേക്ഷ ഡിസംബർ 28 വൈകിട്ട് 5-നകം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ 2ാം നില ജില്ലാ പഞ്ചായത്ത് ഭവൻ സിവിൽ സ്റ്റേഷൻ PO കോട്ടയം 686002 എന്ന വിലാസത്തിൽ നൽകണം. ഫോൺ 0481230249. അപേക്ഷാ ഫോറം www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 10 സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഡിസംബർ 26 ഉച്ചകഴിഞ്ഞ് 2 വരെ ടെൻഡർ നൽകാം. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 ടെൻഡർ തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 7510162787.
ഉപഭോക്താക്കൾ നേരിടുന്ന വെല്ലുവിളികൾ, വഞ്ചിതരാകുന്ന പരസ്യങ്ങൾ, ഓൺലൈൻ വ്യാപാര മേഖലയിലെ തട്ടിപ്പുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങളെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് സംസ്ഥാന തലത്തിൽ പോസ്റ്റർ രചനാ മത്സരം നടത്തുന്നു. മത്സരത്തിലേക്ക് A3 സൈസിൽ വരച്ചതോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ പോസ്റ്ററുകളാണ് പരിഗണിക്കുന്നത്. ജില്ലാതലത്തിൽ പോസ്റ്ററുകൾ ഡിജിറ്റലായോ പേപ്പറായോ സ്വീകരിക്കും. യഥാക്രമം 1, 2, 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 രൂപ സമ്മാനം ലഭിക്കും. അവസാന തീയതി ഡിസംബർ 26. വിവരങ്ങൾക്ക് ഫോൺ 048125600371. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള തമിഴ്നാട് സൗഹൃദ മുദ്രയായി വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരകം. നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു. കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ സഹകരണമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാത്തിരിപ്പിന് വിരാമം. കോടിമത മുപ്പായിക്കാട് റോഡ് നവീകരണം തുടങ്ങി. റോഡ് മണ്ണിട്ടുയർത്തുന്നു. നവീകരണ ജോലികൾ വിലയിരുത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. എലിക്കുളം പഞ്ചായത്തിന് അഭിമാനം. പാമ്പാടി ബ്ലോക്കിലെ മികച്ച ടേക്ക് എ ബ്രേക്കിനുള്ള പുരസ്കാരം എലിക്കുളം പഞ്ചായത്തിന്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.